സംസാരിക്കണേ. ഞാൻ ഇങ്ങനെ പോസ് ചെയ്തില്ല. പറ, എവിടേക്കാ പോണേ? കണ്ടോ കണ്ടോ കണ്ടോ, എവിടേക്കാ പോണേ? മലയാളി അസോസിയേഷന്റെ പരിപാടി ഉണ്ട്, ബാർബിക്യൂ പരിപാടി, അതിന് പോവാ. അതെ, ഒരു സമ്മർ ബാർബിക്യൂ പരിപാടി മലയാളി അസോസിയേഷൻ തന്നെ നടത്തുന്നത്. അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് പോകാം. ജോയിസ് ഉണ്ട്, ലൈജുമോൻ ഉണ്ട്, പിന്നെ എന്താ അതി. അതെ, ഹലോ ഗായ്സ്, ഞാനുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ചിറാപുഞ്ചി മഴയത്ത് ഇപ്പോഴല്ല, എന്നല്ല ഞങ്ങള് പോവില്ലേ, ഞങ്ങള് ട്രക്കിങ് പോയില്ലേ അന്ന്. മഴക്കാറുണ്ടേ, ചെലപ്പോ എന്തായിരിക്കും പറ്റിയത് ചിറാപുഞ്ചിടത്. അതെന്താട്ടെ, എന്താന്ന് പറയണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം പരിപാടിയാണ്. അതുവരെ ആലോചിക്കട്ടോ എങ്ങനെ സ്റ്റൈലായിട്ട് പറയാന്ന്. നമ്മുടെ വീടുകളൊക്കെ അടിപൊളിയുണ്ട് അല്ലേ? അല്ല, ഞങ്ങള് ഗേൾസ് ഞാനും മേടിച്ച് വെച്ചോളാം അവിടെ ചെല്ലുമ്പോ. ചേട്ടാ അങ്ങോട്ട് ഈ ബാറ്റൊക്കെ ആയിട്ട് അവിടെ ക്രിക്കറ്റ് കളി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതാ കണ്ണാടി വെച്ചിട്ടില്ലേ, ഞാൻ എന്നെ തന്നെ നോക്കുമ്പോ വലിയ സീൻ. ഇവിടെ നോക്കിയാലേ വർത്താനം പറയാം. ഫോട്ടോ കുറച്ചെടുക്കട്ടെ, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ലേ. ഇവിടെ എന്തോ ഒരു സർക്കസ് പോലെ എന്താ നടക്കുന്നത്. അപ്പൊ ഒരുപാട് ബിസി. ആ ശരി, കട്ട് ചെയ്തു. കാര്യം പറയട്ടെ. കുറച്ച് കാര്യം വേണം, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ സർക്കസ് ഉണ്ട്. ഞാൻ ഭയങ്കര പാർക്കിങ് നല്ല ബിസി. അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട് ഇട്ടാട്ടെ. എന്താ എന്താ അവിടെ ഉണ്ടായിക്കോട്ടെ. അവൾക്കെന്തോ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട്. അതാടാ ചേട്ടായി. അല്ല, ഇതല്ലാട്ടോ ഗൈസ്, ഇതല്ല, ഇത് ചെറിയ കുതിര. ഇത് മറ്റേ സാധനല്ലേ, ഇത് മറ്റേ സാധനല്ലേ. അല്ല, ഇത് മറ്റേതാ ലീമ. ആ ലൈമ അങ്ങനെ എന്താ പറയില്ലേ. ഇവിടുന്ന് കാണിച്ചാ കാണൂല. അവിടെ ഒരു ആട് നിന്നിട്ട് ഇവിടുത്തെ ആടുകളൊക്കെ ഉണ്ടാവില്ല ഒരുപാട് സൈസ്. ചെറിയ ചാട്ട് കയറി. അത് മാനത്ര മാന് എങ്ങനെയാ, പകുതി ഭാഗം വെള്ളയും ബാക്കി പകുതി എങ്ങനത്തെ ചാര കളറും എങ്ങനെയാട്ടെ ഒന്ന് പറയോ? ആടല്ല, പിന്നെ വേറെ എന്താ പ്രത്യേകത തന്നെ മാനും എന്നല്ലേ. എന്നാ മാനും ആടും കൂടെ ക്രോസ് ആയതായിരിക്കും. മാട് അത് എവിടെ, അവിടല്ല. നല്ല പണിയായി ഗൈസ്. അത് പറഞ്ഞോടുന്നു. പുതിയ അതൊന്നും വീശാനുള്ള ആരോഗ്യം ഒക്കില്ല. വീശിക്കാം. നമുക്ക് കളിക്കാം. ആണുങ്ങൾ മാത്രം അങ്ങനെ ക്രിക്കറ്റ് കളിച്ചത്, പെണ്ണുങ്ങളെ കളിക്കാം. പെണ്ണുങ്ങളുടെ ക്രിക്കറ്റ് അവരെ വിചാരല്ലേ ആണുങ്ങൾക്ക് മാത്രമുള്ളൊരു ഗെയിമാണ് ക്രിക്കറ്റ് എന്നാ. അതിൽ വരും. നമ്മള് ബാർബിക്യൂ നടത്തുന്ന സ്ഥലം കുറച്ച് നാളെ നടന്നു. ഞാൻ കാണിച്ചു തരണ്ട. അങ്ങ് അറ്റം അവിടെയാണ് ആൾക്കാർ. അവിടെ വരെ കാറ്റുണ്ട്. നല്ല കാറ്റെല്ലാം കൊണ്ട് നമ്മൾ പറയണത് കേൾക്കുമെന്നൊന്ന് അറിഞ്ഞൂടെ ഗൈസ്. എടുക്കന്നെ ആദ്യക്ക് ഇപ്പൊ ഐസ്ക്രീം വേണോ? പാർക്കിൽ പോവാ. നമ്മള് മിക്കാറ് ഇവിടെ ഇരിക്കും. അവൻ അവിടുന്ന് ഓടി വരാനുള്ള ദൂരമുള്ളൂ. അവിടെ പിള്ളേരൊക്കെ കളിക്കാൻ തന്നെ ചുറ്റി വരണായിരിക്കും അവിടെ. അത് കുട്ടാ പ്രോമിസ് അമ്മ ഐസ്ക്രീം വാങ്ങി തരാം കേട്ടോ.
ഓക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് പ്രോമിസ് ചെയ്താൽ നമ്മളത് പാലിക്കും. ഭയങ്കര സൈലൻസ്. അവിടെ എന്തോ ബഹളമൊക്കെ ആണ്. ഇങ്കുലൊക്കെ വിളിക്കുന്ന പോലെ ഉണ്ട്. അയ്യോ എന്നിട്ട് സാറേ ഞാനാ ലേറ്റ് ആക്കിയത്. രാവിലെ എണീച്ചപ്പോ വരണോ വേണ്ടേ, ഇന്നലെ വരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ രാവിലെ എണീച്ചപ്പോൾ എനിക്ക് വരണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഒരു 10:30 ആയപ്പോഴാണ് മൂട് കയറിയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ലെമൺ സ്പൂണും ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കിഡ്സിന്റെ ഒരുവിധം ഗെയിംസ് എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ വുമൻസിന്റെ ലെമൺ സ്പൂൺ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്തായിരുന്നു. ഞങ്ങൾ ലേറ്റായി വന്നതും കൊണ്ട് ഞാനും ജോയ്സിയൊക്കെ ഒരു മിക്സഡ് ഗ്രൂപ്പായിട്ട് ആ ഗെയിംസിലൊക്കെ ജോയിൻ ചെയ്തായിരുന്നു. ഇവിടെ സമ്മറായ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ സമ്മർ അടിച്ചു പൊളിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് 2 കൊല്ലം ആയെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. ഞങ്ങൾ MMA ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല. ഒരു 2 months ബിഫോറാണ് നമ്മൾ MMA ജോയിൻ. കുഴപ്പമുണ്ടോ? സെക്രട്ടറി അല്ലേ, MMA സെക്രട്ടറി. പേര് പറ. ജിഷ. ഓക്കെ. ഞങ്ങൾ MMA ജോയിൻ ചെയ്തിട്ട് ഇത് 2ാമത്തെ പരിപാടിയാണ്. ഒന്ന് നൈറ്റ് പാർട്ടി ആയിരുന്നു, 2ാമത്തെ സമ്മർ പാർട്ടി. അടിപൊളിയായിരുന്നു. എന്തായാലും ജോലി വീട് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും ആഘോഷങ്ങളൊക്കെയാണ് നമുക്കൊരു റിലീഫ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അടിച്ചു പൊളിച്ചു. പിന്നെ ഈ മിക്സഡ് ഗ്രൂപ്പിൽ ഞാനാണ് വിൻ ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ഗെയിം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ആദ്യക്കുട്ടിന് മൈക്ക് കിട്ടിയാൽ പിന്നെ ആങ്കറിങ് ആണ്. അത് കഴിഞ്ഞത് രാവിലത്തെ ഫുഡ് വന്നു. ഹോട്ട് ഡോഗ്, ബർഗർ, പിന്നെ ചിപ്സ്, അങ്ങനെയൊക്കെ പല ഫുഡും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞ് അടുത്ത ഗെയിംസ് സ്റ്റാർട്ടായി. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ജില്ല വന്നത്. ഞാൻ ചേട്ടായി ജോയ്സ് ഇരുന്ന് നൈസില്. ഇപ്പൊ നിലവിൽ 2 ബർഗർ വൈകിട്ട് തിന്നു. ആദ്യക്കുട്ടൻ്റെ നോക്ക്. ജോയ്സില്ലേ, ജോയ്സിക്ക് ആനെ തിന്നുള്ള വിശപ്പുണ്ടായിരുന്നു. അവളവിടുന്ന് പറഞ്ഞു ഞാൻ പൊറോട്ട പോയി തിരിച്ചത് എടുത്ത് തിന്നിട്ടേ. 2 ബർഗറും ഒരു സോസേജും ചിപ്സ് ആണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ടായി. ഈ ഗെയിം നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് നേരം എടുത്തു. പിന്നെ കുറേ നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഈ കപ്പിൾസാണ് കേട്ടോ അത് വിൻ ചെയ്തത്. പിന്നെ ഈ ബോൾ ഗെയിം ആയിരുന്നു. മ്യൂസിക്കിനനുസരിച്ച് ബോൾ ഇങ്ങനെ കൈമാറി കൊടുക്കുന്നു. അതിൻ്റെ അടുത്ത് വരുന്നത് സ്റ്റോപ്പ് ആവും. ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ ഔട്ടായി പോയി. പിന്നെ ജെൻസിൻ്റെ ക്രിക്കറ്റ് കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ബിബിക്ക് ഓർഡർ ചെയ്തതാണ്. ഞാൻ വിചാരിച്ചിരുന്നത് അവിടെ ഗ്രില്ല് ചെയ്യും അങ്ങനത്തെ സെറ്റപ്പാണ്. ബട്ട് അത് ചെയ്തിരുന്നെങ്കിൽ ഗെയിംസ് നടക്കില്ല എന്ന് തോന്നി. അതുകൊണ്ടായിരിക്കും ഓർഡർ ആയിരുന്നു ഫുഡ്. ഗ്രിൽഡ് ചിക്കനും അങ്ങനെ സാലഡും അങ്ങനെയൊക്കെ ആയി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഓരോ ഗെയിംസിൻ്റെ വിന്നറിൽ ഇതുപോലെ മെഡലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടായിയൊക്കെ കളിച്ച ടീംസാണ് ക്രിക്കറ്റ് വിൻ ചെയ്തത്. അത് കഴിഞ്ഞ് മാൻ ഓഫ് ദി മാച്ച് ഒക്കെ പ്രൈസ് കിട്ടിയത് ചേട്ടായിക്ക് കേട്ടോ. പ്രൈസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടിപൊളി ഡേ ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സങ്കടം എന്ന് പറയാൻ എൻ്റെ പവർ ഗ്ലാസ്സാണ് ഞാൻ രാവിലെ വെച്ചുകൊണ്ട് വന്നത്. അത് ഞാൻ മിസ്സാക്കി ഗൈസ്. അത് പിന്നെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളയണമല്ലോ അല്ലേ. അത് പോട്ടെ, പോയത് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് യുവർ ക്രിസ് മല്ലിക്കാരി. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.